വെൽക്കം ടു മൈ ചാനൽ. കുറേ നാളായല്ലോ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തന്നെ പറഞ്ഞേക്കാം. ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ചെയ്തേക്കുന്നത്. നമ്മളൊരു 6 മാസത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. അപ്പം ഞാൻ ഇത്ര നാൾ എവിടെയായിരുന്നു, എന്തുകൊണ്ടാണ് വീഡിയോസ് ഇടാഞ്ഞത്, എന്തുകൊണ്ടാണ് ലോങ് വീഡിയോസ് ചെയ്യാഞ്ഞത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാം കേട്ടോ. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കിട്ടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് എത്രത്തോളം പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല, പക്ഷേ ഞാൻ എൻ്റെ മാക്സിമം ഞാൻ കൊടുക്കും നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസ് ചെയ്യാത്തതിൻ്റെ കാരണമൊക്കെ ഞാൻ പറയാം. അതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ നല്ല രീതിയിൽ വീഡിയോസൊക്കെ ചെയ്ത് വരായിരുന്നു. അത്യാവശ്യം റീച്ചൊക്കെ കിട്ടി, സബ്സ്ക്രൈബേഴ്സൊക്കെ അത്യാവശ്യത്തിനൊക്കെ ആയി. അതിലൊരു ബിഗിനർ എന്ന നിലയിൽ അപ്പോഴാണ് എന്താ പറയുക, പെട്ടെന്ന് ഒരു സ്റ്റോപ്പ് എടുക്കുന്നത്. അതായത് നമ്മുടെ വീഡിയോസ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇതിലേക്ക് എത്താണ്ടാവുമ്പോൾ നമുക്ക് തന്നെ ഒരു കുറച്ച് വിഷമം കാര്യങ്ങളൊക്കെ തോന്നും. അതായത് നമ്മളിത്ര എഫേർട്ട് ഇട്ട് അതും ഞാനൊരു സ്റ്റുഡൻറ്റും കൂടിയാണ്. അപ്പോൾ അതേ സമയത്ത് ഞാൻ അവസാനമായിട്ട് ഫെബ്രുവരിയിലെങ്ങാണ്ട് വീഡിയോ ഇട്ടതെന്ന് തോന്നുന്നു. പിന്നെ കഴിഞ്ഞ ആഴ്ച ഒരു ഷോർട്സ് എടുത്തല്ലാണ്ട്. അപ്പോൾ നമുക്ക് വലിയ വ്യൂസൊന്നുമില്ല, ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നു. പിന്നെ അതിനിടയിൽ മാർച്ച് ഏപ്രിലിൽ എനിക്ക് എക്സാം, ഞാനൊരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എക്സാം വന്നു. അപ്പോൾ പിന്നെ നമുക്ക് എക്സാം വന്നപ്പോൾ നമ്മൾ വീഡിയോസ് എടുക്കാനും നമുക്ക് അപ്ലോഡ് ചെയ്യുന്നൊന്നും ഒട്ടും ടൈം കിട്ടില്ല. പിന്നെ ഏപ്രിൽ കഴിഞ്ഞ് മെയ് ആയപ്പോൾ നമുക്ക് ഇൻറ്റേൺഷിപ്പ് വന്നു. പിന്നെ ഒരു മാസം ഫുള്ള് അങ്ങനെ. പിന്നെ ജൂണിലെ ക്ലാസ് തുറന്നു. അപ്പോൾ പിന്നെ ടൈം സത്യം പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല എനിക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ലോങ് വീഡിയോസ് ആയാലും ഷോർട്സ് ചെയ്യാൻ. എൻ്റെ ഒരു പാഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന് തോന്നുമ്പോഴൂടെയാണല്ലോ നമ്മൾ വീഡിയോസിലേക്കൊക്കെ വരുന്നതും അതെടുക്കുന്നതൊക്കെ. പക്ഷേ ചില കാരണങ്ങളോട് നമുക്കത് പറ്റിയില്ല. അപ്പോൾ ഇനിയും ഈ വീഡിയോസിൽ നിങ്ങളുടെ സന്തോഷ വാർത്ത മാത്രമാണ് എനിക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആയിരുന്നു ഞാൻ, എനിക്ക് 3 എയും 3 B+ ആയിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അതൊന്നും കാണിക്കാൻ പറ്റത്തില്ല, കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല, പറയുന്നുള്ളൂ കേട്ടോ, ജസ്റ്റ് പറയുന്നുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് കുറച്ച് കപ്പയും അതുപോലെ തന്നെ പിഗ് ഉണ്ടല്ലോ, പന്നിയെ നമ്മളോട് പറയും, പോർക്ക്, അതൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂട്ടി ഉച്ചയായപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. അടിപൊളിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീൽസിൽ ഒന്നായിട്ട് നോൺ വെജ് കൂട്ടി ഇങ്ങനെ ഫുഡ് കഴിക്കാം. വെജിറ്റബിൾ ആയാലും കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ്. ഓക്കെ, അപ്പോൾ അത് കൂട്ടി ഞാൻ കഴിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. പിന്നെ അത് നമ്മൾ വൈകിട്ടായപ്പോൾ പുറത്ത് പോയി കഴിച്ച സംഭവമാണ്. പിന്നെ ഇവിടെ മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണ്ടല്ലോ, എന്നും ഇത് തന്നെയാണ്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ നമ്മൾ കുറച്ച് പരിപ്പുവടയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പരിപ്പുവടയും ഒരു ഗ്ലാസ് ചൂടൻ കട്ടൻ ചായയും കുടിച്ച് ജനലിലേക്ക് പുറത്തോട്ട് നോക്കി നിന്ന് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്ത് വേണം, ഇതിൽ അന്തസ്സ് വേറെ എന്തുണ്ടല്ലേ. അപ്പം ഞാൻ നിങ്ങളെന്താ പരിപാടിക്ക് കാണിച്ച് കൊതിപ്പിക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ രാത്രിയായപ്പോൾ നമ്മൾ ചോറിന് ചെമ്മീൻ വറുത്തതും ബീറ്റ്റൂട്ട് തോരനും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസത്തെയോളോ കൂടെയാണ് കേട്ടോ. നമ്മൾ ക്ലാസ്സിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഞാൻ എടുത്താണ്. നമ്മുടെ വീടിൻ്റെ ചുറ്റും കണ്ടല്ലോ ഒരു മരം നിറച്ചും കുരുമുളകിൻ്റെ ഇലയില്ലേ, അതാട്ടോ എനിക്ക് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ വീഡിയോസ് ഇത്രയുള്ള, അപ്പോൾ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർക്കൊന്നും മറക്കില്ല. നാളെ കാണാം.